ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതുക്കി പണിത മട്ടന്നൂർ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കെട്ടിടം വീണ്ടും കാട് കയറുന്നു. കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് മുറി അനുവദിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ നവീകരണ പ്രവൃത്തി നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനുള്ള നടപടി സ്വീകരിച്ചില്ല. ഇതോടെ കെട്ടിടം വീണ്ടും നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. 9 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം പുതുക്കി പണിതത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച IB കെട്ടിടം പഴമ നിലനിർത്തിയാണ് നവീകരിച്ചത്. മരം കൊണ്ടുള്ള ഭിത്തിയും മറ്റുമെല്ലാമുള്ള ബംഗ്ലാവ് ശീതീകരിച്ച മുറികൾക്ക് സമാനമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തലശ്ശേരിയിൽ നിന്ന് കർണാടകയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇവിടം വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. വിശാലമായ 2 കിടപ്പുമുറികളും അടുക്കളയും വരാന്തയും കെട്ടിടത്തിലുണ്ട്. മരവും ചില്ലും ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ജില്ലയിൽ തന്നെ അപൂർവമാണ്. സ്വാതന്ത്ര്യാനന്തരം മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വിശ്രമ താമസ സ്ഥലമായി ഇത് മാറി. നിരവധി സാഹിത്യ സമ്മേളനങ്ങൾക്കും ക്യാമ്പുകൾക്കും ഇവിടം വേദിയായിട്ടുണ്ട്. സമീപത്ത് പൊതുമരാമത്ത് വകുപ്പ് പുതിയ റെസ്റ്റ് ഹൌസ് നിർമ്മിച്ചതോടെയാണ് ബംഗ്ലാവ് ഉപയോഗിക്കാതെയായത്. മരങ്ങൾ നിറഞ്ഞ പ്രകൃതി ഭംഗിയുള്ള ഇവിടം സുരക്ഷിത സ്മാരകമാക്കി മാറ്റണമെന്നും ആവശ്യമുയർന്നിരുന്നു. IB പരിസരത്ത് പുതിയ റെസ്റ്റ് ഹൌസ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും ഇതുവരെ നടപ്പായിട്ടില്ല. IBയുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 1 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പഴയ IB കെട്ടിടം സംരക്ഷിച്ച് നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മട്ടന്നൂരിലെ കെട്ടിടങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കെട്ടിടമാണ് ഈ IB കെട്ടിടം. ഇത് ഇടക്കാലത്ത് നവീകരണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തിയൊക്കെ നടത്തിയെങ്കിലും ആൾപ്പെരുമാറ്റമില്ലാതെയും ശ്രദ്ധയില്ലാതെയും പരിചരണമില്ലാതെയും ഈ കെട്ടിടം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പുരാവസ്തു പ്രാധാന്യമുള്ളൊരു കെട്ടിടമാണ്. അതായത് പുറമെ ഈ പ്രദേശത്തൊക്കെ കാട് കയറി ഇത് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുക. അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ശ്രദ്ധയും ഇക്കാര്യത്തിലുണ്ടാകുന്നില്ല. എത്രയും വേഗം ഈ പുരാവസ്തുവിനെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം തന്നെ ആകെ മരം ചുവരുകൾ, അതുപോലെ ഇതിൻ്റെ നിർമ്മിതി തന്നെ വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. ഇത് സംരക്ഷിക്കപ്പെടുന്നത് മട്ടന്നൂരിൻ്റെ ആവശ്യമാണ്. IB പരിസരം കാടുകയറിയതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. കാടുകൾ വെട്ടിത്തെളിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.